ചാരിയാട ശൗക്കത്തിന് കിട്ടുന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷം അത് നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരും. എന്താ വാക്ക്? 2026 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഈ കഷ്ടപ്പെടുന്നവരുടെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ, ഈ ഗവൺമെന്റ് പീഡിപ്പിക്കുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളും മാറ്റാൻ, അവരുടെ കണ്ണീര് തുളയ്ക്കാൻ UDF അവരുടെ കൂടെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ. വന്യജീവി ആക്രമണത്തിൽ വിഷമിക്കുന്ന പാവപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കാൻ UDF ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വോട്ടവകാശം എന്ന് പറയുന്നത് നിലമ്പൂരിലെ വോട്ടവകാശം മാത്രമല്ല, 2026 UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയുള്ള വോട്ടാണെന്ന് മനസ്സിലാക്കി. പേമാരി പെയ്താലും അതൊന്നും ഉണ്ടാവില്ല, ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെയ്താലും എല്ലാവരും പോയി വോട്ട് ചെയ്യണം. എപ്പോഴാണ് വോട്ട് ചെയ്യണം? ഉച്ച കഴിഞ്ഞിട്ടാണ്? രാവിലെ പോകണം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് പോകാന്ന് വിചാരിക്കരുത്. നമ്മളെല്ലാവരും രാവിലെ പോയി വോട്ട് ചെയ്യണം. മുഴുവൻ പേര് എല്ലാവരോടും പറഞ്ഞേക്കണം, ബന്ധുക്കളോടും എല്ലാവരോടും പറഞ്ഞേക്കണം. എല്ലാവരും പോയി രാവിലെ വോട്ട് ചെയ്തേക്കണം. ഉച്ചയാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ അസീസെ കൂടി പറക്കി എടുത്തിട്ട് ബാക്കി പോയി കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചേക്കും. ഒറ്റ ആള് നമ്മൾ വോട്ട് ചെയ്യാനില്ല, എല്ലാവരും ചെയ്യും. അറിയാലോ, പ്രിയങ്ക ഗാന്ധി 65,000-ന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ, മൊത്തം 4 ലക്ഷം. ഒരു വിജയരാഘവൻ ഉണ്ടല്ലോ, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചോദന കൊടുത്തേക്കണോ? എന്താ പറഞ്ഞത്? അത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അപ്പൊ എന്റെ ചോദ്യം, 95,000 പേര് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത് നിലമ്പൂർ, അവരൊക്കെ വർഗീയവാദികളും തീവ്രവാദികളാണ്. ഇവര് കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞില്ല. അപ്പൊ ന്യൂനപക്ഷ പ്രീണനമേ, അത് കഴിഞ്ഞിട്ട് പുള്ളി മാറ്റി. പിന്നെ BJPയെ സന്തോഷിപ്പിക്കാൻ ഡൽഹി പോയി പറഞ്ഞു. മലപ്പുറം ജില്ല മുഴുവൻ കുഴപ്പമാണ്, ഇവിടെ മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ഇവിടെ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്താണ്, ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കുന്നത്. മലപ്പുറത്തെ ജനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വിജയരാഘവനോട്, ചാർജുള്ള വിജയരാഘവൻ 1 ഡസൻ പ്രാവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇവരെയൊക്കെ വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് ആ വിജയരാഘവനോട് ചാർജ് കൊടുത്തേക്ക് LDF സ്ഥാനാർത്ഥിയുടെ. മനസ്സിലായേ? മലപ്പുറത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഏതെങ്കിലും വിഭാഗത്തെ കുറിച്ചല്ല, മലപ്പുറത്തെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ള 1ാമത്തെ ജില്ല മലപ്പുറമാണ്. മലപ്പുറത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങളൊക്കെ കണ്ടേക്കുന്നതിനേക്കാൾ മതസൗഹാർദ്ദം ഇവിടെയുണ്ട്. ഇത്രയും സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിക്കുന്ന സ്ഥലം വേറെയില്ല. എന്നിട്ട് മലപ്പുറത്തെ പറ്റി പറഞ്ഞ എല്ലാ വിഭാഗം ജനങ്ങളെ കുറിച്ചാണ് അത് പറഞ്ഞത്. എന്താ അത് പറയാൻ കാര്യം? BJP ഏമാനന്മാരെ സന്തോഷിപ്പിക്കാനാണ്. ഡൽഹിയിലിരിക്കുന്ന BJPയുടെ സംഘപരിവാറിന്റെ അജണ്ടയാണ് മലപ്പുറത്ത് മുഴുവൻ കുഴപ്പമാണെന്ന് പറയുന്നത്. അതിപ്പോ പിണറായി വിജയനാണ് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടിയാണ് 19-ാം തീയതി നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, ഇനി വിശ്രമമില്ല, പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഇങ്ങോട്ട് കയറി വന്നതിനേക്കാൾ കൂടുതൽ ഊർജത്തോടുകൂടി നിങ്ങൾ കൂടുതൽ ഇന്ധനം തന്നു. ആ ഇന്ധനത്തോടും ഊർജത്തോടും കൂടി യാത്രയാവുകയാണ്. ഞാൻ ഈ കുടുംബസംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.